അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വെറൈറ്റി ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന ദിവസങ്ങളിൽ ദീപാവലിയാണ്. ദീപാവലിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടറിയാം, 250 വെറൈറ്റി സ്വീറ്റുകൾ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്യിലുണ്ടാക്കിയ സ്വീറ്റുകളില്ലേ, ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് ലേശം കഴുകിയിട്ട് അല്ലേ തുടങ്ങാല്ലേ. അപ്പോൾ ഏവർക്കും ഹാപ്പി ദീപാവലി കേട്ടോ. ദീപാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റും അതുപോലെ തന്നെ പടക്കവുമാണ് ഇതിൻ്റെ മെയിൻ. പടക്കങ്ങളുടെ പരിപാടികൾ നമ്മുടെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും കുക്കിംഗ് ചെയ്ത് രതീഷ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനം ദീപാവലിയായിട്ട് കുറച്ച് പടക്കം പൊടിക്കാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്വീറ്റും മേടിക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും നോക്കിയാൽ നേരെ പോയി സാധനം പഠിച്ചു വന്നിട്ടാ. അപ്പോൾ നമുക്ക് അധികം വൈപ്പിക്കണല്ലേ, സ്വീറ്റ് നാവ് ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മധുരം തിന്നാനേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇലയൊന്ന് കഴുകിയിട്ട് നമുക്ക് തുടങ്ങാം. തുടച്ചെടുക്കാം കേട്ടോ രതീഷേ. ഇല ഇതിലേ വെള്ളം നിൽക്കരുത്, സ്വീറ്റില്ലെങ്കിലേ കേട് വന്നു കൂട്ടാ. നന്നായി തുടച്ചെടുത്തോളാം. ആദ്യം നമുക്ക് നമ്മുടെ നാടൻ സാധനങ്ങൾ വെക്കാം അല്ലേ. നാടൻ ലഡു, നാടൻ എന്താടാ അടിപൊളി സാധനം. ഇത് നമുക്ക് നമ്മുടെ നെയ് ലഡു ഉണ്ടാ, മഞ്ഞ കളറ്. അതേപോലെ നെയ് ലഡു ചോപ്പ്, റവ ലഡു, സേമിയ ലഡു, നാടൻ ജിലേബി, ഇത് മൈദ ലഡു, ഹേസൽനട്ട് ലഡു, കേശു ലഡു, മിക്സഡ് നട്ട്സ് ലഡു, റോസാപ്പൂ ലഡു, പിസ്ത ലഡു, ജവ്വരി ലഡു, ഇത് ലെമൺ ആപ്പിൾ സ്വീറ്റ്, അനാർ പിസ്ത, ആൽമണ്ട് ചോക്ലേറ്റ്, രാജ്പോങ്, റെഡ് ആപ്പിൾ, സാൻഡ്വിച്ച്, കാജു വാട്ടർമെലൺ, അജീർ കേക്ക്, വൈറ്റ് ആപ്പിൾ സ്വീറ്റ്, ബിസ്ക്കറ്റ് പിസ്ത, കാജു ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് ചോക്ലേറ്റ്, കാജു ഡയമണ്ട് കേക്ക്, പിസ്ത ചോക്ലേറ്റ് റോള്, ബിസ്ക്കറ്റ് റോസ്, കേസർ മലായ്, കാജു ചോക്ലേറ്റ് റോള്, കാജു റോള്, നെയ് സോൺ പപ്പടി, ബാർഫി കോക്കനറ്റ്, ചാംചാമ്, കൾട്ടി കാജു, ഗുലാബ് ജാമ്, ബർഫി കാജു, മൈസൂർ ബദാം, ബിസ്ക്കറ്റ് കാജു, ബർഫിപൂർ ചോക്ലേറ്റ്, മൈസൂർ പാസ് പിസ്ത, മൈസൂർ റെഡ് വെൽവെറ്റ്, കൽക്കി കേസർ ബദാം, കാജു കസാട്ട കേക്ക്, ബാദുഷാ മിനി, പേട കേസർ, പേട കസ്തൂരി, ബർഫി ഫ്രൂട്ട് നട്ട്, രസഗുള ഡ്രൈ, മിനി ജാമൂൺ, പനീർ ജാമൂൺ, ഡ്രൈ ജാമൂൺ, ചന്ദ്രകല, രസഗുള ഡ്രൈ മിനി, മൈസൂർ പാ റിയൽ, രാജ് കമൽ. ഇത് പേരറിയാത്ത എന്തോ സാധനം. നാടൻ പാൽഗോവ, നാടൻ ബർഫി, മാംഗോ സ്വീറ്റ്, ഗ്രീൻ ആപ്പിൾ സ്വീറ്റ്, മാംഗോ ഗോവ, മാംഗോ മഹാരാഷ്ട്ര, പിസ്ത മൈസൂർ പാക്ക്, ആപ്പിൾ കറാമ്പൂ സ്വീറ്റ്, സാൻഡ്വിച്ച് സ്വീറ്റ്, മാംഗോ മൈസൂർ പാ, സ്ട്രോബെറി ക്രാമ്പൂ സ്വീറ്റ്, പിസ്ത മിൽക്ക് ഗോവ, പിസ്ത അത്തി ഫ്രൂട്ട്, പാൽ ഗോവ, സ്ട്രോബെറി മിൽക്ക് ഗോവ, മാംഗോ പേട, സ്ട്രോബെറി നട്ട്സ്, ബെല്ല ബരുപ്പി, സ്ട്രോബെറി മിൽക്ക് എന്തോ ഒരു സാധനം, മാംഗോ ഗുജറാത്തി, നോർമൽ വെല്ല പരിപ്പി, നോർമൽ പഞ്ചസാര പരിപ്പി, ഓറഞ്ച് മൈസൂർ പാക്ക്, സ്ട്രോബെറി മൈസൂർ പാക്ക്, മാംഗോ മൈസൂർ പാക്ക്, മാംഗോ മിൽക്ക്, ഓറഞ്ച് മിൽക്ക്, പീനട്ട് പിസ്ത റോൾ. ഇത് പേരറിയാത്ത കുറച്ച് സ്വീറ്റ് ഉണ്ട് കേട്ടാ. അവർക്ക് തന്നെ തരുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കാരണം ഭയങ്കര തിരക്കാൻ നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ വെച്ചുവിടാം അല്ലേ. അപ്പോൾ എന്തോ പേരറിയാത്ത സാധനം കേട്ടാ, എന്തോ വീണ്ടും ഒരു പേരറിയാത്ത സാധനം. ഇത് കാഷ്യൂ ഹൽവ. ഇതൊക്കെ പേടകളും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നെയ് സോൺ പപ്പടിയാണ് കേട്ടോ. അതെന്തോ റോസ് പെറ്റൽസിലെ ഇതെന്തോ കിളിക്കൂടാണ് കേട്ടോ. അതേപോലെ വീണ്ടും വേറെന്തോ ഒരു സാധനം, ഗ്രൗണ്ട്നട്ട് പേട, ചോക്ലേറ്റ് ബർഫിയുണ്ടാ. എന്തോ പേരറിയാത്ത സാധനം. ഇത് സോൺ പപ്പടി. ഇതെന്തോ ഒരു പേരറിയാത്ത. ഇത് വലിയ കിളിക്കൂട്. ഇത് തിരുപ്പതി ലഡു കേട്ടാ. ഡയമണ്ട് റോസ്. ഇതെന്തോ ഒരു പുഴുവിനെ പോലെ ഒരു സാധനം. മാംഗോ പേട. ഇതെന്തോ ഒരു സോൺ പപ്പടി കേട്ടാ, സ്പെഷ്യൽ നെയ്യിലുണ്ടാക്കുക. ചെറിയ ഗുലാബ് ജാം. ഗുലാബ് ജാം അല്ലേ, സ്മോള്. ഇത് വേറെന്തോ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയ എന്തോ ഒരു സാധനം, എന്തോ ഒരു വെറൈറ്റി. ഇതൊക്കെയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടാ അല്ലേ. എന്താണെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ട് എന്താ ഐസ് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളാണ്. പൈനാപ്പിൾ ലഡു, പിസ്ത പ്യൂർ ലഡു. ഇത് നമ്മൾ പണ്ട് കാലത്ത് ദീപാവലി കൊടുത്ത സാധനങ്ങൾ അല്ലേ, കുറച്ച് നൊസ്റ്റാൾജിക് സാധനങ്ങൾ കേട്ടാ, നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് വെക്കാം. കുറച്ച് കമ്പർക്കെട്ട് ഇതാ നമ്മുടെ നാട്ടിലെ എള്ള് പരിപ്പി, പോഞ്ച് ഹൽവ, ഹൽവ ഫിഗ്, കടല പരിപ്പി, കടല ഉരുണ്ട, മൈസൂർ പാക്ക്, പൊടിച്ച കടല പരിപ്പി, പൊടിച്ച കടലുണ്ട, ചോക്ലേറ്റ് പരിപ്പി. ഇത് കടല പരിപ്പി തന്നെ കേട്ടത്. തേൻ മുട്ടായി, മിച്ചർ പരിപ്പി, തേങ്ങാ ബെല്ല പരിപ്പി, നാടൻ ഹൽവ, വീറ്റ് ഹൽവ, എള്ളൽവ പല കളറിലുള്ള, പിസ്താഷ്യൂ കേക്ക്. ഇതിൽ കവറുണ്ട് കേട്ടോ, അത് ഊരിട്ട് കഴിക്കാൻ പാടുള്ളൂ. സ്ട്രോബെറി കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, ഇങ്ങനെ അയച്ചെടുക്കത്. ട്രഫി കേക്ക്,
ബട്ടർ സ്കോച്ച് കേക്ക്, ബ്രൗണി കേക്ക്, പൈനാപ്പിൾ കേക്ക്, പിസ്ത ഡോണറ്റ്, മിസ്റ്റ് ബെറി കേക്ക്, വാൾനട്ട് ബ്രൗണി കേക്ക്, വൈറ്റ് ചോക്ലേറ്റ് ഡോണറ്റ്, റെഡ് വെൽവെറ്റ് കേക്ക്, ചോക്ലേറ്റ് ഡോണറ്റ്, ചോക്കോഫീൽഡ്, സ്ട്രോബെറി ഡോണറ്റ്. സംഗതി ഇപ്പം മണം കൊണ്ടിരിക്കാൻ പറ്റില്ല, പലതരം മണം അല്ലേ? നല്ല മണം കൊണ്ടിട്ടാ. എല്ലാം വില കൂടിയ സ്വീറ്റുകളാണ് കേട്ടാ അല്ലേ? ചെറിയ പൈസ കിട്ടുന്നില്ലട്ടാ. മാക്സിമം 1500 രൂപ അല്ലേ? 750 മുതൽ 1500 രൂപ വരെയാണ് ഇതിൻ്റെ വില കേട്ടാ നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നമ്മൾ നൊസ്റ്റാൾജിയ സാധനങ്ങളൊക്കെ ചെറിയ പൈസക്ക് നമുക്ക് കടയിൽ കിട്ടും. ഇതൊക്കെ 5 രൂപ എന്തോ ഉള്ളൂ സാധനം കേട്ടാ, മൈസൂർ പാക്ക്. പക്ഷെ ഇതെന്താ പാറ കഷ്ണം പോലെ ഇരിക്കുന്നത് മാത്രം കേട്ടാ. ഈ മൈസൂർ പാക്കിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കണം കേട്ടാ. അപ്പം ഞാനിപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടാ. ഞാൻ ചോക്ലേറ്റ് വെറൈറ്റിയിൽ നിന്ന് ഞാൻ തുടങ്ങാം കേട്ടാ. ഇതെന്തൊരു സാധനമാണ്, ഉണ്ടംപൊരി. പേരൊക്കെ മറന്നു കേട്ടോ, എന്താ പേര് എന്നുള്ളതൊക്കെ മറന്നു. പിസ്ത ലഡു ആണെന്ന് തോന്നുന്നുണ്ടാ. പിസ്ത ലഡു അല്ല, പിസ്ത കൊണ്ടുണ്ടാക്കിയ എന്തൊരു സാധനം. സംഗതി ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടാ. കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് വെക്കുന്നുണ്ട് എന്താ സംഭവം. നമുക്ക് കഴിഞ്ഞിട്ട് വേണേൽ തിന്നല്ലേ? ഇത് തിരുപ്പതി ലഡു, അത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. തിരുപ്പതി ലഡു എന്നാൽ കുറേശ്ശുള്ളൂ എല്ലാവർക്കും കേട്ടാ. പ്രസാദം പോലെയാണ് ഒരു ലഡു കിട്ടുള്ളൂ, തിരുപ്പതി ലഡു. എന്നാ ലക്ഷ്മണ ഇത് നിനക്കാണ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ലക്ഷ്മണ. അത് അല്ലേ തിരുപ്പതി ലഡു? ഇത് പൊടിഞ്ഞൊക്കെ കിട്ടുമല്ലോ മോനെ, ഒരു രക്ഷയില്ല കേട്ടാ. തിരുപ്പതി ലഡു അല്ലേ? ഇപ്പോൾ എവിടെ നിന്നാ തുടങ്ങുക എന്നുള്ളതാണ്. ഇതെന്തോ ഒരു പുഴു പോലെ ഒരു സാധനം പറഞ്ഞതേ, വെച്ച് നോക്കാം. എല്ലാം അടിപൊളി കേട്ടാ. ഇതാ ജിത്തുവിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടേ ഒരു മൂടില്ല നമ്മളില്ലാക്കാത്തതുകൊണ്ടേ. പക്ഷെ ടേസ്റ്റ് വൈസ് ഒരു രക്ഷയില്ല, അടിപൊളി സാധനം കേട്ടാ, ഒന്നും പറയാനില്ല. കേട്ടാ സോൺ പപ്പടയൊക്കെ അങ്ങനെ നെയ്യിലുണ്ടാക്കി കിടന്നുണ്ടാ അല്ലേ? വാവ്, നോക്ക് ഇതൊക്കെ ഉണ്ടാക്കണ കഷ്ടപ്പാടുന്ന സാധനം. അടിപൊളി. സാപ്പിട്ട് പത്തമ്പി പഞ്ചസാര ഇങ്ങനെ ഒഴുകണം കേട്ടാ. ഇതെന്തോ ഉള്ളിൽ പാൽഗോവയും മുകളിൽ വേറെന്തോ സാധനം വെച്ചിട്ട് കുറേശ്ശെ നോക്കാൻ തരാം. എടാ മോനെ എന്നാ ഇത് കഴിച്ച് നോക്ക്, അടിപൊളി സാധനം. കഴിച്ചോ എന്നാ ലക്ഷ്മണൻ മധുരത്തിൻ്റെ ആളാണ്ടാ. ഇത് റോസ് പെറ്റൽസ് കേട്ടാ, റോസ് കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു സാധനം. ഞാനിങ്ങനെ കുറച്ച് എടുക്കുള്ളൂ. റോസിൻ്റെ പെറ്റൽസാണ് ഇതൊക്കെ, ആ ഫ്ലവറിൻ്റെതേ. അടിപൊളി കേട്ടാ. അല്ല ആ റോസോടുകൂടി കഴിക്കണം കേട്ടാ. എന്താ ലക്ഷ്മണ ഇത് ഞങ്ങളെന്താ പറയുക മുഴുവൻ ഇങ്ങനെ കഴിയിട്ട് ഇളക്കണം. എന്തറിയോ കേട് വരുന്നുണ്ട് അല്ലേ? നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഒരു രക്ഷയില്ല കേട്ടോ. അത് റോസ് പെറ്റൽസ് ഇതാ. അതേപോലെ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, റോസിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കിയ ലഡു അല്ലത്. പേരൊക്കെ ചെറുതെ അങ്ങോട്ട് മാറിപ്പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പാസ് ചെയ്തത്. ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് വെറൈറ്റി എന്തെങ്കിലും ഞാൻ തപ്പിയെടുക്കട്ടെ. ബദാമും മറ്റേ അത്തിപ്പഴവും കേട്ടാ, ബദാമും അത്തിപ്പഴവും കൂടി ഇട്ട് അങ്ങനെ കിട്ടും. സംഭവമൊക്കെ പറയാനിട്ടാ, ഇതൊന്നും ഞാൻ കഴിച്ചില്ല സാധനം കേട്ടാ. ഞാൻ മധുരം കൂടുതൽ കഴിക്കാറില്ല ചേട്ടാ. ഇത് തേങ്ങാ പരിപ്പ്, ഇത് നെയ്യ് തേങ്ങാ പരിപ്പ്. എന്താ ലക്ഷ്മണ അടിപൊളി സാധനം. കൂടെ അല്ലേ അടിപൊളി. പിന്നെ ഇനി കുറേ സാധനമുണ്ട് കേട്ടോ ബാക്കി നമ്മളില്ലേ. ഒരു 5-6 കേക്ക് ഉണ്ട്. അതേപോലെ ഇതൊക്കെ ഹൽവ, അത് മറ്റേ പാൽഗോവ വേണം, പാൽഗോവ കേട്ടോ. അതാ ഇതൊന്നും പൊട്ടിച്ചിട്ടത് ഇത് സാധനമേ. എന്താ ടേസ്റ്റ് നോക്കട്ടാ. ഇത് ക്യാരറ്റ് പാൽഗോവ അല്ല, ക്യാരറ്റ് ഹൽവ അല്ലേ, ക്യാരറ്റ് ഹൽവ കേട്ടാ. ഒരു രക്ഷയില്ല. സ്പൂൺ ഇനി നമ്മൾ അതിനകത്ത് ഇടില്ല, കാരണം മാറ്റി വയ്ക്കാം. പിന്നെ ഇനി എന്താ എടുക്കുന്നത്
എനിക്ക് മയക്കം വരും പോലെ ഇപ്പം തന്നെ. റോസാ ഇതാ ഇത് റോസാണത്. ഇത് നമ്മൾ സാധാരണ മൈസൂർ പാക്ക് പറയണം, പക്ഷെ അതല്ല കേട്ടോ സാധനം. ഇത് ശരിക്കും ഇത് നോക്ക്, നെയ്യൊക്കെ നോക്കി, എൻ്റെ നെയ്യും എണ്ണയൊക്കെ. എന്താ തമ്പി സാപ്പിട് ആ വായിൽ വെച്ചതും ചവയ്ക്കൊന്നും വേണ്ട, സംഗതി മെൽറ്റായി പോയി. ഇനി ഇത് ഗുലാബ് ജാമുൻ, രസം കൂടിയാ ഗുലാബ് ജാമുൻ. അത് ഇതില്ല, അത് വെള്ളമില്ലാത്തല്ലേ. അത് നമ്മൾ കഴിച്ചിട്ടുണ്ട്, ഒരു വ്യത്യാസം പറയാനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. ഇത് മൊത്തം അത് നോക്കിയാൽ ഇതിനകത്ത് ഇങ്ങനെ ഇതാ വരും നോക്കിയാൽ ആ അങ്ങനെ പഞ്ചസാരപ്പാവാണ്. ഒരു ആവറേജ് ടേസ്റ്റ്, അല്ലാതെ മറ്റൊന്നും പറഞ്ഞു ടേസ്റ്റ് ഉണ്ടായത് റോസ് പെറ്റൽസും മറ്റേ റോസ് ലഡ്ഡു ഒക്കെ അല്ലേ, അതൊന്നും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അത് ഇവിടെയൊക്കെ എന്താ കാജു, ഇതെന്താണ് ലഡ്ഡു, ബദാം ലഡ്ഡുവാണ്. നോക്കട്ടെ. അടിപൊളി, രക്ഷയില്ല. ഇത് സോൺ പപ്പടിയാണ്, വേറെ ചോക്ലേറ്റ് സോൺ പപ്പടി പോലെ ഇത്തിരി വെല്ലം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. മറ്റേ നമ്മൾ നേരത്തെ വേറെ സോൺ പപ്പടി. നല്ല നെയ്പാൽക്കോ കേട്ടാ ഇതിൻ്റെ. ഇതൊരു പാൽക്കോ വേണ്ട, ഡബ്ബയിലാക്കി തരുന്ന പാൽക്കോ വേണം കേട്ടാ. ഇത് കഴിച്ചു നോക്കി പറയാം. അതൊന്നും രണ്ടിനും വ്യത്യാസം എന്താണെന്നുള്ളത്. രണ്ട് രാവുമാരും വ്യത്യാസമാണ്. കഴിച്ചു നോക്കുന്ന രണ്ട് രാവുമാരും ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് കേടുവന്ന് പോണ സാധനങ്ങളാണ് ഇവിടെ തന്നൂര് അവർ. അതെന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു, എന്താണെന്ന് അറിയില്ലത്, എന്താണെന്നുള്ളത് ഓർമ്മയില്ല. അതാണ് സംഭവം. ഇതെന്താ സാധനം കഴിച്ചു നോക്കിയാ, കറുത്ത സാധനം. ഓ ഇതെന്താ തേനാ? ചോക്ലേറ്റ് ആണോ? നോക്ക്. അടിപൊളി സാധനം. ജിത്തോ ജിത്തു ഇപ്പം മയങ്ങുമെന്നാണ് എനിക്ക് സംശയം കേട്ടോ. നല്ല കോഴി ഇറച്ചിയും പൊറോട്ടയൊക്കെ അലക്കി കളയും ജിത്തു, ഒന്നും മിണ്ടില്ല. സംഭവം അറിയാം, സംഗതി ഇങ്ങനെ തല കയറുന്നത് മധുരമല്ലേ. ഇത് കേക്കിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം കഴിക്കട്ടെ. കേക്ക് ഇതെന്ത് കേക്കാണത്? എന്തോ ഒരു കേക്ക് പറഞ്ഞു വെച്ചു, എന്തോ ഒരു ചോക്ലേറ്റ് കേക്കാണ്. കേക്ക് രസം കഴിച്ച് നോക്കാം. അങ്ങനെ ചൂറൊക്കെ ഉണ്ടല്ലേ, നേരത്തെ പോവാം. പെട്ടെന്ന് വിസിൻ്റെ കിട്ടും, അത്ര മധുരം. എന്തൊക്കെയോ ഉണ്ടോ രതീഷ്? ഹൽവയല്ല, ഇത് എന്തോ സാധനത്ത് കഴിച്ചു നോക്കും. എന്താ സാധനം അറിഞ്ഞിട്ട് പിസ്ത ഉള്ളിലുണ്ട്. പിസ്ത എന്നാ എത്തു എന്നാ തമ്പി സാപ്പിട്. നീ വൈകിട്ട് നേരെ സാപ്പിട്ട് വേണം പോകണം കേട്ടാ. എന്താ രക്ഷമാണ്, എന്തോ സാധനമാണ്, കഴിച്ചു നോക്ക്. ടേസ്റ്റ് കേട്ടാ. നമ്മളെ നൊസ്റ്റാൾജിയ കടൽ വരിപ്പിട്ടാ. ഇതൊന്നും കഴിച്ചു നോക്കാം. നിങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളൊന്നും ഇതിൻ്റെ മുന്നിൽ നിൽക്കില്ല കേട്ടാ. ആ കടൽ വരിപ്പ് തന്നെ. ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ അല്ലേ 10 വയസ്സ് 20 വയസ്സ് സ്കൂളിൽ തന്ന് വിടും. 20 വയസ്സ് 50 വയസ്സ് കിട്ടിയ ഭയങ്കര കാര്യമാണ്. അതിന് കടലപ്പരിപ്പ് അതുപോലെ നാരങ്ങ മുട്ടായി വാങ്ങി തിന്ന് അന്ന് കാലത്ത് ബസ്സോ കാര്യങ്ങളും നടന്ന് ഓട്ടം തന്നെ. ഇവിടെ ഏകദേശം 2-3 കിലോമീറ്റർ അല്ലേ, നമ്മൾ 4 കിലോമീറ്റർ അല്ലേ സ്കൂളിൽ, 4 കിലോമീറ്റർ സ്കൂളിലേക്ക് നടന്നു പോകും. എന്നിട്ട് തിരിച്ചവിടെ നിന്ന് നടന്നു വരും. അങ്ങനെയൊക്കെ ജീവിച്ച ആളുകളുണ്ട് ആ കാലത്തെ. ഞങ്ങളുടെ മറ്റേ എനർജി അതേപോലെ തന്നെ ഞങ്ങളുടെ എന്താ പറയുക, അതുപോലത്തെ ദീപാവലിയൊക്കെ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇതുപോലെ സാധനങ്ങൾ കൊണ്ടാണ്. ഒരു രക്ഷയില്ല. ഇതിനാരും കുറ്റം പറയാൻ നമ്മൾ സമ്മതിക്കില്ല കേട്ടാ. അടിപൊളി സാധനം. എന്നാ കുറച്ച് കഴിച്ചാൽ ഇനി ഇതാ ഞങ്ങൾ അതേപോലെ നൊസ്റ്റാൾജി കേട്ടാ. നിങ്ങളെന്നും ലഡ്ഡു അലുവിയൊന്നും ഇതിന് മുന്നിൽ വരില്ല മക്കളെ. എന്താണ്ടാ നൊസ്റ്റാൾജി. നീ തേൻമുട്ടായി സാപ്പിട്ട് നേരത്തെ മലയാളം കേട്ടാ. ഊട്ടിയിലാണ് നാട്, ഞാൻ പറഞ്ഞത് തമിഴ് പറയാം. അടിപൊളി. നമ്മുടെ ചെറുപ്പത്തിൽ ചെറുതാണ് കിട്ടുന്നത്, ചെറുത്. ഇത് വലുതായിട്ട് അപ്പോൾ പൈസക്ക് കൊണ്ട് 2 രൂപ 3 രൂപയാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഒരു പൈസക്ക് കിട്ടിയ സാധനം. ഇതൊരു വലിയ കാലഘട്ടം തന്നെ. ഒരു 20 വർഷത്തിനും കൊണ്ടാണ്, ഒരു 15 വർഷത്തിനും കൊണ്ടാണ് പെട്ടെന്നെല്ലാം ഭയങ്കരമായിട്ട് ഇതായത്, മാറ്റം വന്നത്. അതേപോലെ തന്നെ ഇനി വേറെന്തൊരു സാധനങ്ങളുണ്ട്. സാധനങ്ങൾ ഇഷ്ടം പോലെ കിടക്കണം.
ജിത്തു ഒന്ന് മയങ്ങളെ വരെ നമുക്ക് കൊടുക്കുന്നത്. അതെ, ലക്ഷ്മണ ഇവിടെ എന്തോ ഒരു മഞ്ഞ സാധനം എടുക്കണ്ട. കുറേ നേരം വെച്ചാൽ മഞ്ഞ കണ്ടിട്ട് കണ്ടിലിങ്ങനെ കൊതിപ്പെട്ടിരിക്കണം. എന്താ? ഓ, അത് ഒഴുകണ നോക്കിയേ. ഇതന്നെ എന്തോ സാധനം, പഞ്ചസാര പാവനല്ലേ? നോക്കാം. ഓ, ഒട്ടും മധുരമില്ല. ടേസ്റ്റ് ബേസ് അടിപൊളി കേട്ടോ. കുട്ടികളൊക്കെ ജീവം ഇതല്ലേ, കിളിക്കൂട്, വലിയ കിളിക്കൂട്. ഇത് ബക്ലാവ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതിനും കൂടെ കിട്ടുന്ന കുറച്ച് സ്വീറ്റാണ് കേട്ടോ. നാടൻ ലഡു. എന്തായാലും നാടൻ ലഡു ആണെങ്കിൽ ഇതാണ് സംഭവം. തിരുപ്പതി ലഡുവാണ് ടേസ്റ്റ് കിട്ടുക. അതിലിടയ്ക്ക് കൽക്കണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കൽക്കണ്ട് പീസ് കിട്ടുക. ഞങ്ങൾ ചെറിയ മഴ വരുന്നുണ്ട് അല്ലേ? അപ്പോഴേ ഇതൊരു മോഹന സംഗതി ഞങ്ങൾക്ക് മതിയായി കേട്ടാ. ഇത് നമുക്ക് പാർസലാക്കി കൊണ്ടുപോകാം, അതേ നടക്കുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ, കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് കഴിക്കാം. അപ്പോൾ ഇനിയും കുറച്ച് സാധനങ്ങൾ നമ്മൾ കേക്ക് ഇടില്ല ലക്ഷ്മണം കുറച്ച് ബാക്കിയില്ലേ, കേക്ക് പൊട്ടിക്കാത്ത കേക്കുകളൊക്കെ ഉണ്ടാ. അപ്പോൾ 250 കൂടുതൽ തന്നെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തായാലും സംഗതി നമ്മൾ ഒന്നിനും കുറ്റം പറയാനുള്ള, എല്ലാം ഒന്നിനൊന്ന് മെച്ചം അല്ലേ. ടേസ്റ്റ് ബേസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ അതിലെന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നിനും ഉണ്ടായിരുന്നില്ല. കടലപ്പരിപ്പിൻ ടേസ്റ്റ് കേട്ടോ, അതേപോലെ തേനും ഉണ്ടായ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി. പടക്കങ്ങളൊക്കെ ശ്രദ്ധയോടെ പൊട്ടിക്കുക, അതേപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ വളരെ ലിമിറ്റായിട്ട് കഴിക്കുക അല്ലേ. എല്ലാവരും സേഫായി സെക്യൂറായിട്ടും പരിപാടികളൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.